CCN വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്. മദർ കെയർ ഹോസ്പിറ്റൽ, പ്രൊവൈഡിംഗ് കെയർ വിത്ത് കൈൻഡ്നസ്. നമസ്കാരം. CCN വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. വഴിയിൽ നിന്ന് യാത്രക്കാരെ കയറ്റിയതിന് ബസ് ജീവനക്കാരുടെ മർദ്ദനത്തിനിരയായി ഓട്ടോ ഡ്രൈവറായ അബ്ദുൽ ലത്തീഫ് മരിച്ച സംഭവത്തിൽ 3 പേരെ റിമാൻഡ് ചെയ്തു. നരഹത്യ വകുപ്പ് ചേർത്താണ് മലപ്പുറം പോലീസ് ഇവർക്കെതിരെ കേസെടുത്തത്. ആരോഗ്യ പ്രവർത്തകർക്ക് പെരിന്തൽമണ്ണ നിയോജക മണ്ഡലത്തിൽ നജീബ് കാന്തപുരം MLA നടപ്പാക്കിയ ഹെൽത്ത് കാർഡ് പദ്ധതി 2ാം വർഷത്തിലേക്ക്. ഈ കാലയളവിൽ 200ഓളം പേർക്ക് വിവിധ ചികിത്സകൾക്കുള്ള ആനുകൂല്യം ലഭ്യമാക്കിയെന്ന് MLA വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. പുലാപ്പറ്റ ചെറുനാലുശ്ശേരി ഭഗവതി ക്ഷേത്രത്തിലെ പൂരാഘോഷങ്ങൾക്ക് കൊടിയേറി. ക്ഷേത്ര മേൽശാന്തി കുളങ്ങര ഗംഗാധരന്റെ നേതൃത്വത്തിലാണ് കൊടിയേറിയത്. 14-ന് വലിയാറാട്ടു ദിവസം താളവേലയും 15-ന് പൂരവും ആഘോഷിക്കും. വഴിയിൽ നിന്ന് യാത്രക്കാരെ കയറ്റിയതിന് ബസ് ജീവനക്കാരുടെ മർദ്ദനത്തിനിരയായി ഓട്ടോ ഡ്രൈവറായ അബ്ദുൽ ലത്തീഫ് മരിച്ച സംഭവത്തിൽ 3 പേരെ റിമാൻഡ് ചെയ്തു. നരഹത്യ വകുപ്പ് ചേർത്താണ് മലപ്പുറം പോലീസ് ഇവർക്കെതിരെ കേസെടുത്തത്. ബസ് ജീവനക്കാരായ പഴമള്ളൂർ മുണ്ടേക്കോട് വരിക്കോടൻ മുഹമ്മദ് വീട്ടിൽ നിഷാദ്, ഇരുമ്പഴി വടക്കുമുറി തോട്ടത്തിൽ സുജീഷ്, ആനക്കയം പുള്ളിലങ്ങാടി കോന്തേരി വീട്ടിൽ സിജു എന്നിവരെയാണ് മലപ്പുറം ജുഡീഷ്യൽ 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി റിമാൻഡ് ചെയ്തത്. നരഹത്യ വകുപ്പ് ചേർത്താണ് മലപ്പുറം പോലീസ് ഇവർക്കെതിരെ കേസെടുത്തത്. വെള്ളിയാഴ്ച രാവിലെ 9:30-ന് കോഡൂർ വടക്കേമണ്ണയിൽ നിന്ന് 2 സ്ത്രീകൾ കൈകാണിച്ച് ലത്തീഫിന്റെ ഓട്ടോയിൽ കയറിയിരുന്നു. ഇത് കണ്ട് പിറകിൽ വന്ന PTB എന്ന സ്വകാര്യ ബസ് ഓട്ടോ പിന്തുടർന്ന് വെസ്റ്റ് കോഡൂരിൽ വെച്ച് തടഞ്ഞു നിർത്തി. തുടർന്ന് ബസ് ജീവനക്കാർ അബ്ദുൽ ലത്തീഫിനെ വലിച്ചിറക്കി മർദ്ദിക്കുകയായിരുന്നു. നാട്ടുകാർ ഇടപെട്ടപ്പോഴാണ് ബസ് ജീവനക്കാർ മർദ്ദനം നിർത്തിയത്. ചികിത്സയ്ക്കായി മലപ്പുറം താലൂക്ക് ആശുപത്രിയിൽ പോയ അബ്ദുൽ ലത്തീഫ് അവിടെ കുഴഞ്ഞു വീണ മരിക്കുകയായിരുന്നു. CCN മലപ്പുറം. മലപ്പുറം കോഡൂരിൽ ബസ് തൊഴിലാളികൾ മർദ്ദിച്ച ഓട്ടോ ഡ്രൈവർ മരിച്ച സംഭവത്തിൽ പെരിന്തൽമണ്ണ ടൗൺ ഓട്ടോറിക്ഷ തൊഴിലാളികൾ പ്രതിഷേധ റാലി നടത്തി. 300ഓളം ഓട്ടോറിക്ഷ തൊഴിലാളികൾ പങ്കെടുത്തു. VP ഷെഫീഖ്, വിനോദ്, ഫിറോസ് ബാബു, ആബിദ്, ഫിറോസ്, സലാം എന്നിവർ നേതൃത്വം നൽകി. പ്രതിഷേധ റാലിയിൽ 300ഓളം ഓട്ടോറിക്ഷ തൊഴിലാളികൾ പങ്കെടുത്തു. CCN പെരിന്തൽമണ്ണ. ചെർപ്പുളശ്ശേരി നന്മ സാംസ്കാരിക കേന്ദ്രം ആൻഡ് ലൈബ്രറിയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന നന്മ വുമൺസ് വിംഗ് വനിതാ ദിനത്തോടനുബന്ധിച്ച് ചെർപ്പുളശ്ശേരിയിൽ പ്രവർത്തിക്കുന്ന ഹരിതകർമ്മ സേനാംഗങ്ങളെ ആദരിച്ചു. മെഡിക്കൽ ഓഫീസർ വെള്ളിനേഴി കുടുംബാരോഗ്യ കേന്ദ്രം ഡോക്ടർ നവ്യ അമ്പൂക്കൻ ഉദ്ഘാടനം ചെയ്തു. വുമൺസ് വിംഗ് വൈസ് പ്രസിഡന്റ് റുക്കിയ അലി അധ്യക്ഷയായി. ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ സൽമ ബി മോഹൻ വിശിഷ്ടാതിഥിയായി. നന്മ വൈസ് ചെയർമാൻ K ബാലകൃഷ്ണൻ, നന്മ സെക്രട്ടറി AK രാജഗോപാലൻ എന്നിവർ ഉപഹാര സമർപ്പണം നടത്തി. വുമൺസ് വിംഗ് സെക്രട്ടറി റമീന റഷീദ് എന്നിവർ സംസാരിച്ചു. ക്യാൻസർ പ്രതിരോധ യജ്ഞത്തിന്റെ ഭാഗമായി സൗജന്യ കൺസൾട്ടിംഗും സ്ക്രീനിംഗും നടത്തുകയും ചെയ്തു. CCN ചെർപ്പുളശ്ശേരി. മുസ്ലിം സർവീസ് സൊസൈറ്റി ലേഡീസ് വിംഗ് പാലക്കാട് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ത്രൈമാസ ക്യാമ്പയിന് അന്താരാഷ്ട്ര വനിതാ ദിനത്തിൽ തുടക്കമായി. ലഹരി വിരുദ്ധ ക്യാമ്പയിനും വനിതാ ദിനാഘോഷവും ജില്ലാ പ്രസിഡന്റ് P ഹസൻ ഹാജി ഉദ്ഘാടനം ചെയ്തു. ലഹരിക്കെതിരായ ജനകീയ മുന്നേറ്റം വീടുകളിൽ നിന്ന് തുടങ്ങണമെന്നും സമൂഹത്തിലെ വിവിധ മേഖലകളിലുള്ളവരെ ഉൾപ്പെടുത്തി ജാഗ്രതാ സമിതികൾ ശക്തിപ്പെടുത്തണമെന്നും യോഗം ആവശ്യപ്പെട്ടു. ലേഡീസ് വിംഗ് ജില്ലാ പ്രസിഡന്റ് സൗജിദ് തയ്യിൽ അധ്യക്ഷയായി. MSS ജില്ലാ സെക്രട്ടറി ഹമീദ് കൊമ്പത്ത് മുഖ്യപ്രഭാഷണം നടത്തി. ലേഡീസ് വിംഗ് ജില്ലാ ജനറൽ സെക്രട്ടറി UK സുബൈദ, യൂത്ത് വിംഗ് സംസ്ഥാന ട്രഷറർ KH ഫഹദ്, ജില്ലാ വൈസ് പ്രസിഡന്റ് M ഷാഹിദ് തുടങ്ങിയവർ പ്രസംഗിച്ചു. തുടർന്ന് ലഹരി വിരുദ്ധ പ്രതിജ്ഞയ്ക്ക് ജില്ലാ ഭാരവാഹികൾ നേതൃത്വം നൽകി. ഏപ്രിൽ മെയ് മാസങ്ങളിലായി കുടുംബ സദസ്സുകൾ, കൗൺസിലിംഗ് ക്ലാസുകൾ, മെഡിക്കൽ ക്യാമ്പ്, സൗഹൃദ കൂട്ടായ്മ, ജില്ലാ സമ്മേളനം എന്നിവ ക്യാമ്പയിന്റെ ഭാഗമായി നടക്കും. വനിതാ വിംഗ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സ്പർശം പലിശരഹിത വായ്പ പദ്ധതിയുടെ പ്രഖ്യാപനവും കേന്ദ്ര കമ്മിറ്റിയുടെ ക്യാൻസർ രോഗികൾക്കുള്ള ചികിത്സാ സഹായ വിതരണവും യോഗത്തിൽ നടന്നു. CCN ചത്തല്ലൂർ.
ചെത്തല്ലൂർ തെക്കുമുറി രാമൻ തൃക്കോവിൽ ക്ഷേത്രത്തിൽ 3 ദിവസത്തെ പ്രതിഷ്ഠാദിന മഹോത്സവത്തിന് വിവിധ ആചാര ചടങ്ങുകളോടെ തുടക്കമായി. ക്ഷേത്രം തന്ത്രി മൂർത്തിയടം കൃഷ്ണൻ നമ്പൂതിരിയുടെ കാർമ്മികത്വത്തിലാണ് ചടങ്ങുകൾ നടക്കുന്നത്. ക്ഷേത്രത്തിൽ ആചാര്യവരണം, വാസ്തുകലശ പൂജ, വാസ്തുബലി, വാസ്തുകലശാഭിഷേകം എന്നിവയും നടന്നു. രാവിലെ പ്രത്യേക പൂജകൾ, തുടർന്ന് മലർ നിവേദ്യം, അഭിഷേകം, ബ്രഹ്മകലശ പൂജ, പരികലശ പൂജ, ചുനങ്ങാട് ശശി പിഷാരടിയും സംഘവും അവതരിപ്പിച്ച ഓട്ടൻതുള്ളൽ, വൈകിട്ട് കാര്യസാധ്യ പൂജ, കലശാധിവാസം എന്നിവയും ഉണ്ടായി. മാതൃസമിതിയുടെ നേതൃത്വത്തിൽ ക്ഷേത്രത്തിലേക്ക് ഊട്ടുപുരയിലേക്ക് ഭക്തർക്ക് ഭക്ഷണം കഴിക്കാനുള്ള പ്ലേറ്റുകളും അഗ്രശാലയിലേക്ക് ഫാനുകളും സമർപ്പിക്കുന്നതിന്റെ ഉദ്ഘാടനവും നടന്നു. വികസന പ്രവർത്തനങ്ങൾ ഇവിടെ നടക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ അത് കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുകയും ഇതുപോലുള്ള അവസരങ്ങൾ ഉണ്ടാകുന്നതിനുള്ള സന്ദർഭം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യാം. കൊടുക്കണം. നമ്മുടെ അഗ്രശാലയിൽ ഭക്ഷണം കഴിക്കുമ്പോഴേക്കുള്ള 2 ഫാനുകൾ അത് ഫിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് നാളെയൊക്കെ ഉച്ച ചൂട് സമയം. തുടർന്ന് ഊട്ടുപുരയിൽ രാത്രി ആദ്യ ഭക്ഷണവും പ്ലേറ്റിൽ വിതരണം നടത്തി. തട്ടകത്തിലെ നിരവധി ഭക്തർ ചടങ്ങിൽ സംബന്ധിച്ചു. ഞായറാഴ്ച രാവിലെ പ്രത്യേക വിശേഷാൽ ചടങ്ങുകൾക്ക് ശേഷം ബ്രഹ്മകലശാഭിഷേകവും ശ്രീഭൂതബലിയും, വൈകിട്ട് ദീപാരാധന, നിറമാല, നൃത്തനൃത്യങ്ങൾ, തിരുവാതിരക്കളി എന്നിവയും അരങ്ങേറും. CCN ചെത്തല്ലൂർ. അമ്പലപ്പാറ ഗ്രാമപഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നവീകരിച്ച 10ാം വാർഡ് ചെറുമുണ്ടശ്ശേരി ഷാപ്പുപടി റോഡ് നാടിന് സമർപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P. വിജയലക്ഷ്മി ഉദ്ഘാടനം നിർവഹിച്ചു. 7,70,000 രൂപ ചിലവഴിച്ചാണ് നിർമ്മാണം പൂർത്തീകരിച്ചത്. ഉദ്ഘാടന ചടങ്ങിൽ വാർഡ് മെമ്പർ മുഹമ്മദ് കാസിം അധ്യക്ഷത വഹിച്ചു. ഉദ്ഘാടനത്തിനു ശേഷം മധുര പലഹാര വിതരണവും നടന്നു. CCN കടമ്പഴിപ്പുറം. KSSPA ഒറ്റപ്പാലം നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ അന്താരാഷ്ട്ര വനിതാ ദിനം കടമ്പഴിപ്പുറം ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് ഹാളിൽ വെച്ച് സമുചിതമായി ആഘോഷിച്ചു. DCC സെക്രട്ടറി ഓമന ഉണ്ണി പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. വിദ്യാസമ്പന്നരായ പെൺകുട്ടികൾ സ്ത്രീധനത്തിന്റെ പേരിൽ ഭർതൃഗൃഹങ്ങളിൽ ദിവസേന കൊല്ലപ്പെടുന്നു. ഡോക്ടർമാരാകാൻ പഠിച്ച കുട്ടികൾ വരെ പണത്തിന്റെ പേരിൽ, സ്വർണം കൊള്ളലിന്റെ പേരിൽ, നിറം കറുത്തതിന്റെ പേരിൽ ഭർതൃഗൃഹങ്ങളിൽ കൊള്ളി മരിക്കുന്നു, ബന്ധു മരിക്കുന്നു, ആത്മഹത്യ ചെയ്യുന്നു, കൊല്ലപ്പെട്ടതായി കാണപ്പെടുന്നു. ഒന്നിനും സ്ഥിരീകരണമില്ല, കൊല്ലപ്പെട്ടതായി കാണപ്പെടുന്നു. നിയോജക മണ്ഡലം വനിതാ ഫോറം പ്രസിഡന്റ് A. ജ്ഞാനാംബിക അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ മുതിർന്ന വനിതാ അംഗങ്ങളെ ആദരിച്ചു. ബിന്ദു ഉണ്ണികൃഷ്ണൻ, S. മായ, MS സുജ, K. ആസ്യ, V. ചന്ദ്രിക, V. D. മണികണ്ഠൻ, V. K. വാസുദേവൻ, P. R. മുരളി, P. K. അബ്ദു, K. ശിവദാസൻ എന്നിവർ സംസാരിച്ചു. CCN കടമ്പഴിപ്പുറം. വനിതാ ദിനത്തോടനുബന്ധിച്ച് കടമ്പഴിപ്പുറം ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീയും സഹകരണ ബാങ്കിന്റെ സഹായത്തോടെ 70-80 വയസ്സ് പിന്നിട്ട കുടുംബശ്രീ പ്രവർത്തകരെ ആദരിച്ചു. പ്രസിഡന്റ് P. ശാസ്തകുമാർ ഉദ്ഘാടനം ചെയ്തു. കടമ്പഴിപ്പുറം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീലത അധ്യക്ഷയായി. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ P. ഷാംപുജം, വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ബാലകൃഷ്ണൻ, ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ നാരായണൻ, ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് P. സുബ്രഹ്മണ്യൻ എന്നിവർ സംസാരിച്ചു. CCN കടമ്പഴിപ്പുറം. പുലാപ്പറ്റ ചെറുനാലുശ്ശേരി ഭഗവതി ക്ഷേത്രത്തിലെ പൂരാഘോഷങ്ങൾക്ക് കൊടിയേറി. ക്ഷേത്ര മേൽശാന്തി കുളങ്ങര ഗംഗാധരന്റെ നേതൃത്വത്തിലാണ് കൊടിയേറിയത്. 14-ന് വലിയാറാട്ടു ദിവസം കാളവേലയും 15-ന് പൂരവും ആഘോഷിക്കും. ലക്ഷ്മീ നാരായണ ഭദ്രേ നാരായണ അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മീ നാരായണ ഭദ്രേ നാരായണ അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മീ നാരായണ ഭദ്രേ നാരായണ. നാരായണ ഭദ്രേ നാരായണ അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മീ
നാരായണ ദേവി നാരായണ ലക്ഷ്മി നാരായണ ഭദ്രേ നാരായണ. വെള്ളിയാഴ്ച വൈകിട്ട് ഭക്തജന സംഗമം നടന്നു. രാജേഷ് നാഥാപുരം മുഖ്യപ്രഭാഷണം നടത്തി. കൂടാതെ തെക്കൻ ദേശം നിർമ്മിച്ച പുതിയ സ്റ്റേജ് ക്ഷേത്രം ഊരാളന്മാർ ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം ചെയ്തു. പൂരം വരെയുള്ള ദിവസങ്ങളിൽ വിശേഷാൽ പൂജകൾ, രാത്രി കളംപാട്ട്, കൂത്തുകൊട്ടി അറിയിക്കൽ, നാരായണീയ പാരായണം, നൃത്തപരിപാടികൾ, തിരുവാതിരക്കളി, കരോക്കെ മ്യൂസിക്, സോപാന സംഗീതം, ഭജനാമൃതം, ഘോഷം പാട്ട് എന്നിവയുണ്ടാകും. 13-ന് വ്യാഴാഴ്ച ചെറിയാറാട്ടു ദിവസം, 7-ന് ഭക്തിഗാനസുധ, വൈകിട്ട് 5:30-ന് തായമ്പക, 7-ന് ഗാനമേള എന്നിവയുണ്ടാകും. വെള്ളിയാഴ്ച വലിയാറാട്ടു ദിവസം രാവിലെ 5 മണി മുതൽ വിശേഷാൽ പൂജകൾ, 7-ന് ഭജനാമൃതം, വൈകിട്ട് 5-ന് പഞ്ചവാദ്യം, 7:30-ന് നൃത്തപരിപാടി, 10 മണിക്ക് ഇരട്ട തായമ്പക, 11:30 മുതൽ കാളവേല വരവ് എന്നിവയും നടക്കും. ശനിയാഴ്ച പൂരം ദിവസം രാവിലെ 9:30-ന് പഞ്ചാരിമേളമുണ്ടാകും. വൈകിട്ട് 6 മണി മുതൽ വിവിധ പ്രദേശങ്ങളിൽ നിന്നും വരുന്ന ദേശവേലകൾ ക്ഷേത്രമൈതാനത്ത് സംഗമിക്കും. തുടർന്ന് ഞായറാഴ്ച രാവിലെ നടക്കുന്ന മഞ്ഞൾ നീരാട്ടോടെ ഉത്സവങ്ങൾക്ക് സമാപനമാകും. CCN കടമ്പഴിപ്പുറം. മണ്ണാർക്കാട് പൂരപ്പറമ്പിൽ ഗ്രീൻ പ്രോട്ടോകോൾ ഓഫീസും സൗജന്യ കുടിവെള്ള വിതരണവും ഒരുക്കി നഗരസഭ. എൻ ഷംസുദ്ദീൻ MLA ഓഫീസ് ഉദ്ഘാടനം ചെയ്തു. ശുചിത്വ നഗരം സുന്ദര നഗരം എന്ന തലക്കെട്ടോടെയാണ് ഓഫീസ് തുറന്നത്. മാലിന്യങ്ങൾ വലിച്ചെറിയരുതെന്നും തരംതിരിച്ച് ഹരിതകർമ്മസേനയെ ഏൽപ്പിക്കണമെന്നും നഗരസഭ അറിയിച്ചു. CCN മണ്ണാർക്കാട്. മലപ്പുറം കോട്ടക്കുന്ന് DTPC കോമ്പൗണ്ടിൽ നിന്നും ലാബ് പോസ്റ്റുകൾ നഷ്ടപ്പെട്ട സംഭവത്തിൽ ആക്രിക്കട നടത്തിപ്പുകാർ അറസ്റ്റിൽ. പ്രതികളിൽ നിന്നും കളവ് മുതലുകൾ സ്വീകരിച്ചതിനാണ് അറസ്റ്റ്. മോഷണം നടത്തിയതിന് മറ്റത്തൂർ പൊട്ടിക്കല്ല് തയ്യിൽതൊടി വീട്ടിൽ മുഹമ്മദ് മുസ്തഫ, സഹോദരനായ തയ്യിൽതൊടി മുഹമ്മദ് അസ്ലം എന്നിവരെ അറസ്റ്റ് ചെയ്തിരുന്നു. പ്രതികളെ ചോദ്യം ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ ഒതുക്കുങ്ങലിലുള്ള ഫ്രണ്ട് സ്ക്രാപ്പ് എന്ന ആക്രിക്കടയിൽ നിന്നും കളവ് മുതലുകൾ പോലീസ് കണ്ടെടുത്തിരുന്നു. പ്രതികളിൽ നിന്നും കളവ് മുതലുകൾ സ്വീകരിച്ചതിനാണ് ഒതുക്കുങ്ങൽ ഫ്രണ്ട് സ്ക്രാപ്പ് എന്ന ആക്രിക്കടയുടെ നടത്തിപ്പുകാരായ മറ്റത്തൂർ കടമ്പോട്ട് വീട്ടിൽ സാദിഖ്, കുറുപ്പംപടിക്കാരി വീട്ടിൽ അബ്ദുൽ നാസർ എന്നിവരെ മലപ്പുറം പോലീസ് അറസ്റ്റ് ചെയ്തത്. CCN മലപ്പുറം. അന്താരാഷ്ട്ര വനിതാ ദിനത്തിന്റെ മുന്നോടിയായി 10ഓളം പെൺകുട്ടികൾ അവതരിപ്പിച്ച കളരി അഭ്യാസമുറകൾ മലപ്പുറം കളക്ടറേറ്റ് അങ്കണത്തിൽ അരങ്ങേറി. അഭ്യാസ പ്രകടനങ്ങൾ ADM NM മെഹറലി ഉദ്ഘാടനം ചെയ്തു. തൃപ്പങ്ങോട് വല്ലഭട്ട കളരിയിലെ ശ്രീകലാ ഗുരുക്കളുടെ നേതൃത്വത്തിൽ കളരി അഭ്യസിക്കുന്നവരാണ് കളരിപ്പയറ്റ് പ്രദർശിപ്പിച്ചത്. ഡെപ്യൂട്ടി കളക്ടർമാരായ P. അൻവർ സാദത്ത്, SS സരീൻ, ജില്ലാ വനിതാ ശിശു വികസന ഓഫീസർ KV ആശാമോൾ, ജില്ലാ ശിശു സംരക്ഷണ ഓഫീസർ ഷാജിദ ആറ്റാശ്ശേരി എന്നിവർ സംസാരിച്ചു. CCN മലപ്പുറം. മലപ്പുറം വനിതാ ശിശു വികസന വകുപ്പിന്റെ നേതൃത്വത്തിൽ വനിതാ ദിനാഘോഷം സംഘടിപ്പിച്ചു. ശാരീരിക മാനസികാരോഗ്യത്തിന് വനിതകൾ പ്രാമുഖ്യം നൽകണമെന്ന് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് MK റഫീഖ പറഞ്ഞു. മലപ്പുറത്തെ ഒരു പെൺകുട്ടി സ്വപ്നം കണ്ടത് വിമാനം പറത്താനാണ്. മലപ്പുറത്ത് 2000-ന് മുമ്പുണ്ടായിരുന്ന ഒരു മലപ്പുറത്തെ കുറിച്ചൊക്കെ പറയുമ്പോൾ ഒരു പക്ഷെ തലയിൽ തട്ടമിട്ട പെൺകുട്ടികൾ 10ാം ക്ലാസ് വരെയെങ്കിലും പഠിക്കാൻ പോകുമാറാത്തൊരു കാലഘട്ടം മലപ്പുറത്തുണ്ടായിരുന്നു. കാരണം അങ്ങനെയായിരുന്നു. ഇപ്പോൾ ജില്ലാ പഞ്ചായത്തിന്റെ ഒരു പ്രോഗ്രാം മാറഞ്ചേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കുമ്പോൾ അവിടുത്തെ പ്രിൻസിപ്പൾ സംസാരിക്കുകയാണ്. പ്രിൻസിപ്പൾ മാസത്തിൽ 2-3 തവണ ജില്ലാ പഞ്ചായത്തിലേക്ക് വരും. പ്രിൻസിപ്പൾ മാത്രമല്ല, പ്രിൻസിപ്പളെ കൂടെ ഒരുപാട്
അവിടുത്തെ PTA, SMC ചെയർമാൻ, MPTA പ്രസിഡന്റ് ഒക്കെ വരുമ്പോൾ ഇവർ മാറഞ്ചേരിക്ക് ഇവിടെ നിന്ന് തുടങ്ങി 2.5 മണിക്കൂർ യാത്ര ചെയ്യും. ഇവരിങ്ങനെ ഒരുപാട് പഴയ കഥകളൊക്കെ പറയും. ഇപ്പോൾ നമ്മുടെ മലപ്പുറത്ത് SSLC പരീക്ഷ എഴുതുമ്പോൾ ആരോഗ്യ സംരക്ഷണവും വ്യായാമവും സ്ത്രീകൾ ജീവിതചര്യയുടെ ഭാഗമാക്കണമെന്നും അതിലൂടെയാണ് ശാക്തീകരണം സാധ്യമാവുകയെന്നും റഫീഖ പറഞ്ഞു. വിവിധ മേഖലകളിൽ പ്രാഗൽഭ്യം തെളിയിച്ച 4 വനിതകളെ ചടങ്ങിൽ ആദരിച്ചു. മലപ്പുറം മുനിസിപ്പൽ കൗൺസിലർ CP ഐഷാബി ചടങ്ങിൽ അധ്യക്ഷയായി. 66-ാമത്തെ വയസ്സിൽ +2 തുല്യതാ പരീക്ഷ വിജയിച്ച P സുമതി, കാലുകൊണ്ടുള്ള ചിത്രരചനയിലൂടെ ശ്രദ്ധേയമായ VK സുമയ്യ, പാമ്പ് പിടുത്തം, ഡ്രൈവിംഗ് പരിശീലക, യൂട്യൂബർ എന്നീ മേഖലകളിൽ പ്രാവീണ്യം തെളിയിച്ച TP ഉഷ എന്നിവരെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് MK റഫീഖ പൊന്നാടയണിയിച്ച് ആദരിച്ചു. ജില്ലയിലെ പ്രായം കുറഞ്ഞ വനിതാ പൈലറ്റ് ട്രെയിനി ജുമാന മറിയത്തിനു വേണ്ടി മാതാവ് ആദരം ഏറ്റുവാങ്ങി. ഉച്ചയ്ക്കു ശേഷം വനിതകൾക്കായി സിനിമാ പ്രദർശനവും നടന്നു. CCN മലപ്പുറം. മാധ്യമപ്രവർത്തകൻ KM ബഷീറിനെ കാറിടിച്ചു കൊന്ന കേസിലെ പ്രതി ശ്രീറാം വെങ്കിട്ടരാമന് പ്രമോഷൻ നൽകിയതുമായി ബന്ധപ്പെട്ട് ചീഫ് സെക്രട്ടറിക്ക് പരാതി നൽകി. KM ബഷീർ നിയമസഹായ സമിതി കൺവീനറും കേരള മുസ്ലിം ജമാഅത്ത് ജില്ലാ സെക്രട്ടറിയുമായ ജമാൽ കരുളായിയാണ് പരാതി നൽകിയത്. തിരുവനന്തപുരം സെഷൻസ് കോടതിയിൽ വിചാരണ നേരിടുന്ന കേരള കേഡർ IAS ഓഫീസർ ശ്രീറാം വെങ്കിട്ടരാമന് അഖിലേന്ത്യാ ജീവനക്കാർക്ക് ബാധകമായ സർവീസ് ചട്ടങ്ങൾ ലംഘിച്ച് ജോയിന്റ് സെക്രട്ടറിയായി പ്രമോഷൻ നൽകിയതിനെതിരെയാണ് പരാതി നൽകിയതെന്ന് കേരള മുസ്ലിം ജമാഅത്ത് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഈ സാഹചര്യത്തിൽ സർക്കാർ നടപടി പുനഃപരിശോധിക്കണമെന്നും ശ്രീറാം വെങ്കിട്ടരാമന് നൽകിയ പ്രമോഷൻ പിൻവലിക്കണമെന്നും പരാതിയിൽ ആവശ്യപ്പെട്ടു. നിയമവിരുദ്ധമായ ഈ സ്ഥാനക്കയറ്റം അവിടെ നിൽക്കുകയാണ്. അതിനുശേഷം സർക്കാരിന്റെ ഏതൊക്കെ പുനഃസംഘടന നടക്കുമ്പോഴും ഒരു പേര് ശ്രീറാം വെങ്കിട്ടരാമൻ നമ്മൾ അതിൽ കാണുകയാണ്. ഏത് പുനഃസംഘടന നടക്കുമ്പോഴും ഇതെല്ലാം ഈ റൂൾ പ്രകാരം തെറ്റായ ഒരു കാര്യമാണ്. അതുകൊണ്ട് ഈ വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ബഹുമാന്യായ ഇപ്പോഴത്തെ ചീഫ് സെക്രട്ടറിക്ക് 11/2/2025 ഈ പറയപ്പെട്ട എല്ലാ വിഷയങ്ങളും ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഓൾ ഇന്ത്യ സർവീസ് ആ റൂൾ പ്രകാരം കാണിച്ചുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിന്റെ പേരിൽ ചാർത്തപ്പെട്ട ഹിസ് ഇൻവോൾവ്മെന്റ് ഇൻ എ ക്രിമിനൽ കേസ് അണ്ടർ IPC സെക്ഷൻ 304, 201, 3 and 1 and Motor Vehicle Act section 184 and 185. ഈ സെഷൻ കേസ് അണ്ടർ ട്രയൽസ് SC 100-595/2021. ഈ പ്രകാരം പ്രൊമോഷൻ ആൻഡ് പോസ്റ്റിംഗ് ടു വേരിയസ് പോസ്റ്റ് വിത്തൗട്ട് ദ സപ്പോർട്ട് ഓഫ് ദ റിലവന്റ് റൂൾസ് റിഗാർഡിംഗ് എന്ന സബ്ജക്ട് ഉദ്ധരിച്ചുകൊണ്ട് തന്നെ ചീഫ് സെക്രട്ടറിക്ക് നാം പരാതി നൽകിയിട്ടുണ്ട്. കേരള മുസ്ലിം ജമാഅത്തിന്റെ മലപ്പുറം ജില്ലാ സെക്രട്ടറി എന്ന രൂപത്തിലും നിയമസമിതിയുടെ കൺവീനർ രൂപത്തിലുമാണ് ഈ പരാതി നൽകിയിട്ടുള്ളത്. വാർത്താ സമ്മേളനത്തിൽ KP ജമാൽ കരുളായി, അലിയർ ഹാജി, അബ്ദുസമദ് മുട്ടന്നൂർ, അൻവർ സാദത്ത്, റിയാസ് ബാബു പോത്തുകല്ല് തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ സംബന്ധിച്ചു. CCN മലപ്പുറം. കലാകാരന്മാരുടെയും സാംസ്കാരിക പ്രവർത്തകരുടെയും കൂട്ടായ്മയായ മലബാർ സൗഹൃദവേദിയുടെയും ഓയിസ്ക ഇന്റർനാഷണൽ പെരിന്തൽമണ്ണ ചാപ്റ്ററിന്റെയും ആഭിമുഖ്യത്തിൽ അന്താരാഷ്ട്ര വനിതാ ദിനവും വനിതാ രത്ന പുരസ്കാര സമർപ്പണവും നടന്നു. എരവിമംഗലം അമൃതം പൊയ്കയിൽ നടന്ന പരിപാടി സാംസ്കാരിക പ്രവർത്തകനും വേദി കൺവീനറുമായ ബിജുമോൻ പന്തിരിക്കുലം ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ വെച്ച് മലബാർ സൗഹൃദവേദിയുടെ വനിതാരത്ന പുരസ്കാരം പെരിന്തൽമണ്ണ നഗരസഭാ കൗൺസിലറും സാന്ത്വന പ്രവർത്തകയുമായ P സീനത്തിന് ബിജുമോൻ പന്തിരിക്കുലം നൽകി. KR രവി അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ അമൃതം കൃഷ്ണദാസ്, ഡോക്ടർ ഷീപ കൃഷ്ണദാസ് എന്നിവർ മുഖ്യ പ്രഭാഷണം നടത്തി. നദീറ ഹമീദ്, കവിയത്രി ഇന്ദുശ്രീ, എരവിമംഗലം റിട്ടയർഡ് ഹെഡ് മിസ്ട്രസ് സതി, P സീനത്ത്, പ്രസീത എന്നിവർ സംസാരിച്ചു. CCN പെരിന്തൽമണ്ണ. ആരോഗ്യ പ്രവർത്തകർക്ക് പെരിന്തൽമണ്ണ നിയോജക മണ്ഡലത്തിൽ നജീബ് കാന്തപുരം MLA നടപ്പാക്കിയ ഹെൽത്ത് കാർഡ് പദ്ധതി 2ാം വർഷത്തിലേക്ക്. ഈ കാലയളവിൽ 200ഓളം പേർക്ക് വിവിധ ചികിത്സകൾക്കുള്ള ആനുകൂല്യം ലഭ്യമാക്കിയെന്ന് MLA വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. നമ്മൾ ഒരുപാട് സോഷ്യൽ ഇനീഷ്യേറ്റീവ്സ് ആണ് പെരിന്തൽമണ്ണ നിയോജക മണ്ഡലത്തിന്റെ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം എന്ന് പറയുന്നത്. MLA എന്ന നിലയ്ക്ക് അത്തരം ചില നടപടികൾ നമ്മൾ നടത്തിയത് വളരെയേറെ ജനങ്ങൾക്ക് ഗുണകരമാകുന്ന തരത്തിലേക്ക് നമുക്ക് കൊണ്ടുപോകാൻ സാധിച്ചു. ഇപ്പോൾ തിരുവനന്തപുരത്ത് ഒരു വലിയ സമരം നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്കെല്ലാവർക്കും അറിയാം, ആശാ വർക്കർമാരെ സംബന്ധിച്ചിടത്തോളം അവർ നമ്മുടെ സമൂഹത്തിൻ്റെ ഏറ്റവും വലിയ നാഡീഞരമ്പുകളായിട്ട് പ്രവർത്തിക്കുന്ന ആളുകളാണ്.
ഒരുപാട് സാധാരണ ഒരു കുടുംബത്തിൽ പോലും അവരുടെ ഒരു സാന്നിധ്യം, അവരുടെ ഒരു കയ്യൊപ്പ്, അവർ നൽകുന്ന ഒരു സമാശ്വാസം, അവരുടെ പരിചരണം, ഇതെല്ലാം നമ്മൾക്ക് എല്ലാവർക്കും ബോധ്യമുള്ളതാണ്. പക്ഷേ ആശാ വർക്കർമാരോട് ഈ ഗവൺമെൻറ് കാണിക്കുന്ന നിലപാടെന്ന് പറയുന്നത് വളരെ ശത്രുതാപരമായ ഒരു സമീപനത്തോടു കൂടിയാണ് ആശാ വർക്കർമാരെ സമീപിക്കുന്നത്. അപ്പോഴും പെരിന്തൽമണ്ണയിൽ നിന്ന് ഒരു അഭിമാനകരമായ ഒരു മോഡൽ നമുക്ക് സംസ്ഥാനത്തിന് ഉയർത്തി കാണിക്കാനുണ്ട് എന്നുള്ളതാണ് നമ്മൾ കഴിഞ്ഞ വർഷം ആവിഷ്കരിച്ചിട്ടുള്ള MLA ഹെൽത്ത് കാർഡ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഈ MLA ഹെൽത്ത് കാർഡ് വഴി നമുക്ക് സാധിച്ചിട്ടുള്ളത്. അതിൻ്റെ ഏറ്റവും ഒരു വർഷം ഈ ഹെൽത്ത് കാർഡ് പദ്ധതി പിന്നിടുമ്പോൾ പ്രധാനമായും പറയാനുള്ള കാര്യം 150-ലേറെ ആളുകൾക്ക് ഇതിൻ്റെ കവറേജ് ലഭ്യമായി. അത് ആശാ വർക്കർമാരുണ്ട്, അംഗൻവാടി ടീച്ചർമാരുണ്ട്, അംഗൻവാടി ഹെൽപ്പർമാരുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ പരിരക്ഷ പാലിയേറ്റീവ് വളണ്ടിയർമാരുണ്ട്, ട്രോമ കെയർ വളണ്ടിയർമാരുണ്ട്, ഹരിതകർമ്മസേന അംഗങ്ങളുണ്ട്, CDS അംഗങ്ങളുണ്ട്. അതുപോലെ അതിലേക്ക് നമ്മൾ ചേർത്തത് ആംബുലൻസ് ഡ്രൈവർമാരെ കൂടി നമ്മൾ പിന്നീട് അതിലേക്ക് ചേർക്കുകയുണ്ടായി. നിയോജക മണ്ഡലത്തിലെ ആശാ വർക്കർമാർ, അംഗൻവാടി വർക്കർമാർ, ഹെൽപ്പർമാർ, ആംബുലൻസ് ഡ്രൈവർമാർ, പരിരക്ഷ പാലിയേറ്റീവ് ട്രോമ കെയർ വോളണ്ടിയർമാർ, ഹരിതകർമ്മസേന അംഗങ്ങൾ, CDS അംഗങ്ങൾ എന്നിവരുടെ ആരോഗ്യ പരിരക്ഷ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് നജീബ് കാന്തപുരം MLA ഹെൽത്ത് കാർഡ് പദ്ധതി നടപ്പാക്കിയത്. പെരിന്തൽമണ്ണയിലെ 10ഓളം സ്പെഷ്യാലിറ്റി, സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രികളുടെ സഹകരണത്തോടെയാണ് പദ്ധതി നടപ്പാക്കിയത്. MLA ഹെൽത്ത് കാർഡ് വഴി കഴിഞ്ഞ ഒരു വർഷ കാലയളവിൽ 200ഓളം പേർക്ക് വിവിധ ചികിത്സയ്ക്കുള്ള ആനുകൂല്യം ലഭ്യമാക്കിയെന്നും ഈ പദ്ധതി വരും വർഷങ്ങളിലും തുടരാൻ തീരുമാനിച്ചതായും നജീബ് കാന്തപുരം MLA വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. 11 സിസേറിയൻ ഉൾപ്പെടെ 44 പേരുടെ പ്രസവ ചികിത്സ സമ്പൂർണമായും ഈ പദ്ധതിയിലൂടെ സൗജന്യമാക്കിയിരുന്നു. 967 പേരാണ് നിലവിൽ ഈ പദ്ധതിയിൽ അംഗങ്ങളായിട്ടുള്ളത്. പെരിന്തൽമണ്ണയിലെ വിവിധ ആശുപത്രികളിൽ വ്യത്യസ്ത തരത്തിലാണ് ചികിത്സാ ആനുകൂല്യങ്ങൾ നൽകി വരുന്നത്. പദ്ധതിയിൽ അംഗത്വമെടുത്തവർക്ക് ഈ വർഷം മുതൽ 2 ലക്ഷം രൂപയുടെ ആക്സിഡന്റ് ഇൻഷുറൻസ് പോളിസി കൂടി സൗജന്യമായി നൽകുമെന്ന് MLA പറഞ്ഞു. ഞാനൊരു വാർഡ് മെമ്പർ ആയതിനു ശേഷം MLA ആയ ആളാണ്. അതുകൊണ്ട് പലപ്പോഴും നമ്മൾ ഏറ്റവും മൈക്രോ ലെവലിൽ പ്രവർത്തിക്കുന്ന ആളുകളുടെ സങ്കടങ്ങളെക്കുറിച്ച് നമുക്ക് നല്ല ധാരണയുണ്ടാവും. അപ്പം അതിൽ പ്രധാനപ്പെട്ടതാണ് ആശാ വർക്കർമാരും നമ്മുടെ അംഗൻവാടി ഹെൽപ്പർമാരും അതുപോലെ തന്നെ ടീച്ചർമാരും ഒക്കെ അനുഭവിക്കുന്ന കാര്യം. അവർക്ക് നമ്മളെല്ലാം മനസ്സിലാക്കണം, ഇത്രയും തുച്ഛമായ ശമ്പളത്തിന്, വളരെ ചെറിയ ശമ്പളത്തിന് ജോലി ചെയ്യുന്ന ആളുകളാണ്. ഒരു ദിവസം അവരൊരു രോഗിയായി പോയാൽ അവർക്ക് താങ്ങാൻ കഴിയാത്ത ചിലവേറിയ ചികിത്സാ സംവിധാനങ്ങളാണ് അവർ കടന്നു പോകുന്നത്. എന്നാൽ 150 പേർ, അത്തരത്തിലുള്ള 150 പേർക്ക് ഈ ഒരു വർഷത്തിനകം നമുക്ക് സഹായം നൽകാൻ സാധിച്ചു. നിലവിൽ അംഗങ്ങളായവരുടെ അംഗത്വം പുതുക്കുന്നതിന് 2025 മാർച്ച് 15, 16, 17 തീയതികളിൽ MLA ഓഫീസിൽ സൗകര്യമൊരുക്കിയിട്ടുണ്ട്. CCN പെരിന്തൽമണ്ണ. ലോക വനിതാ ദിനത്തിൽ അങ്ങാടിപ്പുറം പഞ്ചായത്തിലെ 2ാം വാർഡിലെ ആശാ വർക്കർമാരെ വെൽഫെയർ പാർട്ടി അങ്ങാടിപ്പുറം പഞ്ചായത്ത് കമ്മിറ്റി ആദരിച്ചു. ആശാ വർക്കർമാരുടെ സമരത്തിനോടുള്ള ഐക്യദാർഢ്യമായി കൊണ്ടാണ് അങ്ങാടിപ്പുറത്തെ ആശാ വർക്കർമാരെ ആദരിക്കുന്നത് എന്ന് വെൽഫെയർ പാർട്ടി അങ്ങാടിപ്പുറം പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് സെയ്താലി വലമ്പൂർ, സെക്രട്ടറി ഷിഹാബ് എന്നിവർ പറഞ്ഞു. ആദരിക്കൽ ചടങ്ങിന് പാർട്ടി അങ്ങാടിപ്പുറം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സക്കീർ മാമ്പ്ര, ജോയിന്റ് സെക്രട്ടറി ഷാഹിദ ഖാലിദ്, 2ാം വാർഡ് മെമ്പർ സാലിഹ നൌഷാദ് തുടങ്ങിയവർ നേതൃത്വം നൽകി. ലോക വനിതാ ദിനമായിട്ട് പോലും ആ സമരത്തെ ഒത്തുതീർപ്പാക്കുവാന് സംസ്ഥാനം ഭരിക്കുന്ന ഇടതുപക്ഷ സർക്കാർ തയ്യാറായിട്ടില്ല. തികച്ചും അനീതികരമായിക്കൊണ്ടാണ് ഈ സമരത്തോട് സർക്കാർ സ്വീകരിക്കുന്ന സമീപനം എന്ന് പറയുന്നത്. വെൽഫെയർ പാർട്ടി അങ്ങാടിപ്പുറം പഞ്ചായത്ത് കമ്മിറ്റി ഈ വനിതാ ദിനത്തിലെ പ്രിയപ്പെട്ട ആശാ വർക്കർമാരെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവരെ ആദരിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ് ചെയ്യുന്നത്. മാത്രമല്ല, ഈ ആദരവെന്ന് പറയുന്നത് അങ്ങ് തെക്ക് അനന്തപുരിയിൽ സമരം ചെയ്യുന്ന ആശാ വർക്കർമാരോർക്കുള്ള ഒരു ഐക്യദാർഢ്യം ആയിക്കൊണ്ടാണ് വെൽഫെയർ പാർട്ടി ഇതിനെ കാണുന്നത്. CCN പെരിന്തൽമണ്ണ. അമ്പലപ്പാറ ഗ്രാമപഞ്ചായത്ത് 2025-26 വർഷത്തെ ബജറ്റ് അവതരിപ്പിച്ചു. ഭരണസമിതിയുടെ കാലയളവിലെ അവസാന ബജറ്റ് ആയതുകൊണ്ട് തന്നെ മുൻ വർഷങ്ങളിലെ ബജറ്റുകളുടെ അവലോകനവും ഉണ്ടായി. വൈസ് പ്രസിഡന്റ് T. ശശികുമാർ ബജറ്റ് അവതരിപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി ബാബു സ്വാഗതം പറഞ്ഞു. പ്രസിഡന്റ് P. വിജയലക്ഷ്മി അധ്യക്ഷയായി. ആവാസം, പശ്ചാത്തലം, മാലിന്യ സംസ്കരണം എന്നിവയാണെങ്കിലും ലഭ്യമായ തുക കണക്കാക്കി പരമാവധി മേഖലകളിലേക്കും വികസന പ്രവർത്തനങ്ങൾ ഉറപ്പാക്കുന്ന രീതിയിൽ ഒരു സന്തുലിത ബജറ്റാണ് അവതരിപ്പിച്ചത്. CCN
കടമ്പഴിപ്പുറം. അന്തർദേശീയ വനിതാ ദിനത്തോടനുബന്ധിച്ച് ആലിപ്പറമ്പ് പ്രതിഭാ വായനശാലയിൽ സെമിനാർ സംഘടിപ്പിച്ചു. സാംസ്കാരിക പ്രവർത്തക ഉഷ മണലായ ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് അംഗം പി വസന്ത അധ്യക്ഷത വഹിച്ചു. ശ്രീദേവി, കെ രാധാമോഹൻ, കെ വാസുദേവൻ, കെ ശ്രീദേവിക്കുട്ടി തുടങ്ങിയവർ പ്രസംഗിച്ചു. CCN പെരിന്തൽമണ്ണ. മാർച്ച് 8 അന്താരാഷ്ട്ര വനിതാ ദിനം. സ്ത്രീകളുടെയും കുട്ടികളുടെയും ഉന്നമനത്തിനു വേണ്ടി സദാ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വീട്ടമ്മയുണ്ട് തിരുവിഴാംകുന്ന് മാളിക്കുന്നിൽ. എടപ്പലം വീട്ടിൽ MP ശ്രീവള്ളി തന്റെ 78ാം വയസ്സിലും പൊതുസേവന രംഗത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. റിപ്പോർട്ടിലേക്ക്. 25ാം വയസ്സിൽ തുടങ്ങിയതാണ് ശ്രീവള്ളിയുടെ പൊതുപ്രവർത്തനം. 1976 മുതലാണ് ബാലവാടിയിലൂടെ ആദ്യമായി പൊതുപ്രവർത്തന രംഗത്ത് സജീവമായത്. പാലക്കാട് ജില്ലയിലെ ആദ്യത്തെ ബാലവാടി മാളിക്കുന്നിൽ സ്ഥാപിക്കുവാൻ ശ്രീവള്ളിയുടെ പ്രവർത്തനങ്ങൾക്ക് കഴിഞ്ഞു. തുടർന്ന് നിവേദിത എന്ന മഹിളാ സമാജം രൂപീകരിക്കുകയും വനിതകളുടെ എല്ലാ മേഖലകളിലുള്ള പ്രവർത്തനം ഏറ്റെടുക്കുകയും ചെയ്തു. ഞാൻ 25 വയസ്സ് ഒക്കെ ആകുമ്പോൾ തുടങ്ങിയാണ് സ്ത്രീകൾക്കും കുട്ടികൾക്കും വേണ്ടിയിട്ടുള്ള അവരുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ. അത് എവിടെ കണ്ടാലും അത് ഔദ്യോഗിക നിലയ്ക്ക് ആരെ കണ്ടെച്ചാൽ കണ്ട് അത് കൊണ്ടുവന്ന് നാട്ടിൽ ചെയ്യുക. നാട്ടുമ്പുറമാണ്, തനി നാട്ടുമ്പുറമാണ് അവിടെ. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതായിരുന്നു എൻ്റെ ഒരു സന്തോഷമുള്ളൊരു കാര്യം. അങ്ങനെയാണ് ഞാൻ തുടങ്ങി വെച്ചത്. അതിൽ ആദ്യമായിട്ട് തുടങ്ങിയത് ആദ്യം ഒരു പണ്ട് പലർക്കും ഓർമ്മ ഉണ്ടായിരിക്കും ചിലപ്പോൾ, സ്ത്രീകൾക്കും കുട്ടികൾക്കും ഭക്ഷണം കൊടുക്കുന്ന ഒരു പരിപാടി ഉണ്ടായി. ഉപ്പുമാവും പാലും എന്ന് പറയും ഒറ്റ ഇതിൽ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇപ്പോഴത്തെ അംഗനവാടി, അന്നത്തെ ബാലവാടി, അതാണ് ഞങ്ങൾ CG മേനോൻ മെമ്മോറിയൽ ബാലവാടി പറഞ്ഞിട്ടാണ് തുടങ്ങിയത്. അത് പാലക്കാട് ജില്ലയിൽ 40 ബാലവാടിയിൽ ഏറ്റവും ആദ്യത്തെ ബാലവാടി ഇവിടെ ആയിരുന്നു. ഈ സ്ഥലത്ത് മാളിക്കുന്ന് ഈ സ്ഥലത്താണ് ഉണ്ടായത്. അവിടുന്ന് അങ്ങോട്ട് ഓരോ അത് മുഖേന ഇന്നത്തെ മാതിരിയാണ് കുടുംബശ്രീ ഒന്നുമില്ല. മഹിളാ സമാജം, നിവേദിത മഹിളാ സമാജം എന്ന ഒരു സ്ത്രീ സംഘടനയാണ് ഇതിനൊക്കെ അടിത്തറയായിട്ടുണ്ടായിരുന്നത്. മഹിളാ സമാജത്തിലൂടെ സ്ത്രീകളുടെ പ്രവർത്തനങ്ങൾ കൂടുതൽ സജ്ജമാക്കാൻ ബ്ലോക്ക് യൂണിയനുകളും ജില്ലാ യൂണിയനുകളും നല്ല തോതിൽ സഹകരണം ഉണ്ടായിരുന്നതായും ശ്രീവള്ളി പറഞ്ഞു. ജില്ലയിലെ 40ഓളം ബാലവാടികൾക്ക് തുടക്കം കുറിച്ചത് മാളിക്കുന്നിലുള്ള ബാലവാടി പ്രവർത്തനത്തിന് ശേഷമാണെന്നും ശ്രീവള്ളി കൂട്ടിച്ചേർത്തു. ഓരോരോ സംഭവങ്ങളും അങ്ങനെയാണ് വന്നു ചേരുകയാണ് ചെയ്തത്. ശരിക്കും ഇത് ചെയ്തു, ബാലവാടി തുടങ്ങി. കുട്ടികൾ 30 കുട്ടികളും 70 അമ്മമാരും ദിവസേന വന്നിട്ട് പോഷകാഹാരങ്ങൾ, അതേമാതിരി അവർക്ക് വേണ്ടിയിട്ടുള്ള ക്ലാസ്സുകൾ, അത് ബൈ ബ്ലോക്കാണ് അന്ന് ഇതിനൊക്കെ നേതൃത്വം വഹിച്ചിരുന്നത്. സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള പരിപാടികൾ നടത്താൻ വേണ്ടിയിട്ടൊരു വിങ് ഉണ്ടായിരുന്നു ബ്ലോക്കിൽ. അപ്പോൾ അവർ വന്നിട്ടാണ് ഇടയ്ക്കിടയ്ക്ക് ക്ലാസ്സുകൾ നടത്തും. സില്ലി ഇന്ന് പറയുകയാണെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങൾ, ചെറിയ ചെറിയ കാര്യങ്ങൾ, പക്ഷെ അത് വലിയ കാര്യങ്ങളായിരുന്നു എന്ന് പിന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റി. അങ്ങനെ ക്ലാസ്സുകളൊക്കെ നടത്തും. അങ്ങനെ അത് മുഖേന പിന്നെ ഇവർക്ക് എന്തെങ്കിലും ഉപജീവന മാർഗം IRDP പറഞ്ഞിട്ട് അന്ന് തുടങ്ങിയ ആ സംഭവം, അതിൽ ഞങ്ങൾ ഒരുപാട് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും വീട്ടുകാർക്ക് ഉപകാരപ്രദമായിട്ടുള്ള പല കാര്യങ്ങളും ഞാൻ നേതൃത്വം കൊടുത്തിട്ട് എനിക്കത് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് പറയാൻ പറ്റും. 30ഓളം കുട്ടികളും 70ഓളം അമ്മമാരും ആയിരുന്നു അന്നത്തെ അംഗബലം. ഗ്രാമപ്രദേശമായതുകൊണ്ട് സ്ത്രീകളുടെ ഉന്നമനത്തിനു വേണ്ടി സൗജന്യമായി ആടുകളെയും കോഴികളെയും പശുക്കളെയും കൊടുത്ത് വളർത്തുക എന്നുള്ള ഒരു പദ്ധതിക്കും രൂപം നൽകാൻ ശ്രീവള്ളിക്ക് കഴിഞ്ഞു. പദ്ധതിയിൽ ആദ്യമായി ജില്ലാ ആസ്ഥാനത്ത് വെച്ച് 30ഓളം പശുക്കളും 5 എരുമകളും കാളയും കാളവണ്ടിയും ഉൾപ്പെടുത്തി മേള സംഘടിപ്പിച്ചതിൽ ശ്രീവള്ളിയായിരുന്നു മുന്നിട്ടിറങ്ങിയത്. മേളയിൽ പങ്കെടുത്തതിൽ പശുക്കളുടെ പ്രദർശനത്തിൽ ജില്ലയിൽ 1ാം സ്ഥാനം ലഭിച്ചത് ശ്രീവള്ളി നയിക്കുന്ന മഹാസമാജത്തിന്റെ മേഖലയ്ക്കായിരുന്നു. തുടർന്ന് പാലിന്റെ അളവ് വർദ്ധിച്ചതോടെ പാൽ കച്ചവടം നടത്താനും മഹിളാ സമാജം നേരിട്ടിറങ്ങേണ്ടി വന്നതായി ശ്രീവള്ളി പറഞ്ഞു. അതിങ്ങോട്ട് കേരളത്തിൽ ഇവിടെ ഈ ഒരു ഓണം കയറാൻ മൂലയിൽ കൊണ്ടുവന്ന് നടപ്പിലാക്കി എന്നുള്ളതിൻ്റെ പേരിൽ അവർ തന്നെ അവരുടെ ഒരു നാഷണൽ അവാർഡും തന്നു. ജീവൻ രത്തൻ അവാർഡ് എന്ന് പറഞ്ഞിട്ട് തന്നപ്പോൾ അവർ പറഞ്ഞ ഇതാണ്, ഒരു ഓണം കയറാൻ മൂലയിൽ ഈ സമയത്ത് ഇത്രയും നന്നായിട്ട് വർക്ക് ചെയ്ത ഒരു NGO എന്നുള്ള നിലയ്ക്ക് നിങ്ങളെ അംഗീകരിക്കാണ്ടിരിക്കാൻ പറ്റില്ല. അതുകൊണ്ട്
അതിൻ്റെ പ്രിൻസിപ്പൽ എക്സിക്യൂട്ടീവ് ഞാനാവുകൊണ്ട് എൻ്റെ പേരിലാണ് തന്നതെന്ന് മാത്രമേ ഉള്ളൂ. അത് ശരിക്കും നിവേദിത മഹിളാ സമാജത്തിന് അർഹതപ്പെട്ടതായിരുന്നു. അത് ഇതിൻ്റെ അങ്ങേപ്പുറം ഇനി ഒന്നുണ്ട് ഒന്നില്ല എന്നില്ല, ഇന്നും ഉണ്ട്. ഇന്നും ഞങ്ങൾ ആ ഒരു ആടിൻ്റെ പരിപാടി നടത്തിക്കൊണ്ടിരിക്കുന്നത് മഹിളാ സമാജമല്ല, വനിത എന്നുള്ള നിലയ്ക്ക്. പ്രദേശത്തെ സ്ത്രീകൾക്ക് തൊഴിലവസരങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി മേഖലാ സമാജത്തിന്റെ നേതൃത്വത്തിൽ തീപ്പെട്ടി കമ്പനി തുടങ്ങുകയും 20ഓളം കുടുംബങ്ങൾക്ക് അതിൽ ജോലി ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്തു. പൊതുപ്രവർത്തനത്തിനോടൊപ്പം തന്നെ ലൈഫ് ഇൻഷുറൻസ് മേഖലയിൽ 37 കൊല്ലവും പ്രവർത്തനം നടത്തി. വീട്ടുകാരുടെയും മക്കളുടെയും ഭർത്താവിൻ്റെയും പൂർണ്ണമായ പ്രചോദനമാണ് ഇത്തരത്തിലുള്ള പൊതുമേഖലയിലേക്ക് എത്തിപ്പെടാൻ കഴിയുന്നതെന്നും ശ്രീവള്ളി പറഞ്ഞു. തൊഴിൽ, കുടുംബം തുടങ്ങിയ മേഖലകളിൽ സ്ത്രീ സമൂഹം നേടിയ മുന്നേറ്റത്തിൻ്റെ ഓർമ്മദിനം കൂടിയായ വനിതാ ദിനത്തിൽ എല്ലാവരും സ്വന്തമായി തൻ്റെയിടത്തോടെ വളരാനുള്ള കഴിവ് നേടിയെടുക്കണമെന്നും സ്വയം രക്ഷയ്ക്ക് ആവശ്യമായ കാര്യങ്ങൾ സ്വന്തമായി തന്നെ സ്വായത്തമാക്കണമെന്നും മാനസികമായി നന്നായി പൊരുത്തപ്പെട്ട് സമൂഹത്തിന് നല്ല കാര്യങ്ങൾ ചെയ്തു ജീവിക്കണം എന്നുള്ള സന്ദേശമാണ് ശ്രീവള്ളി നൽകുന്നത്. CCN ചത്തല്ലൂർ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വഴിയിൽ നിന്ന് യാത്രക്കാരെ കയറ്റിയതിന് ബസ് ജീവനക്കാരുടെ മർദ്ദനത്തിനിരയായി ഓട്ടോ ഡ്രൈവറായ അബ്ദുൽ ലത്തീഫ് മരിച്ച സംഭവത്തിൽ 3 പേരെ റിമാൻഡ് ചെയ്തു. നരഹത്യ വകുപ്പ് ചേർത്താണ് മലപ്പുറം പോലീസ് ഇവർക്കെതിരെ കേസെടുത്തത്. ആരോഗ്യ പ്രവർത്തകർക്ക് പെരിന്തൽമണ്ണ നിയോജക മണ്ഡലത്തിൽ നജീബ് കാന്തപുരം MLA നടപ്പാക്കിയ ഹെൽത്ത് കാർഡ് പദ്ധതി 2ാം വർഷത്തിലേക്ക്. ഈ കാലയളവിൽ 200ഓളം പേർക്ക് വിവിധ ചികിത്സകൾക്കുള്ള ആനുകൂല്യം ലഭ്യമാക്കിയെന്ന് MLA വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. പുലാപ്പറ്റ ചെറുനാലുശ്ശേരി ഭഗവതി ക്ഷേത്രത്തിലെ പൂരാഘോഷങ്ങൾക്ക് കൊടിയേറി. ക്ഷേത്ര മേൽശാന്തി കുളങ്ങര ഗംഗാധരന്റെ നേതൃത്വത്തിലാണ് കൊടിയേറിയത്. 14-ന് വലിയാറാട്ടു ദിവസം താളവേലയും 15-ന് പൂരവും ആഘോഷിക്കും. ഇതോടെ CCN വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം. CCN വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്. മദർ കെയർ ഹോസ്പിറ്റൽ, പ്രൊവൈഡിംഗ് കെയർ വിത്ത് കൈൻഡ്നസ്.